നാട്ടിലെ രുചികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെലിബ്രിറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലെല്ലാം വൻ ഹിറ്റായിരുന്ന വൈറലായിരുന്ന നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു സ്പെഷ്യൽ ചിക്കൻ്റെ റെസിപ്പിയില്ലേ, ആ സ്പെഷ്യൽ ചിക്കൻ മസാല, അതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുമ്പ് വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പോയി സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. പിന്നെ ഈ ഒരു കറിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അരിയണ്ട, എല്ലാം ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിവിടെ ഒരു 30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി 1.5 ഇഞ്ച് നീളമുള്ള ഒരു പീസ് ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കല്ലിലാണ് കേട്ടോ ചതയ്ക്കുന്നത്. പിന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള 10 ഗാർലിക് എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2 തണ്ട് കറിവേപ്പില വേണം, അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതാണ് മെയിനായിട്ടുള്ള ആള്, നല്ല ചുട്ട തേങ്ങ. ഈ ഒരു കറിക്ക് ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്ന ഈ ചുട്ട തേങ്ങയാണ് കേട്ടോ. ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പില്ലേ അതിൽ വെച്ചിട്ടാണ് ചുട്ടെടുത്തിരിക്കുന്നത്. കനലിലോ നമ്മുടെ വിറകടുപ്പിലോ ഒക്കെ ചുട്ടാൽ കുറച്ചും കൂടെ ഹെൽത്തിയും ടേസ്റ്റും ഒക്കെ ആയിരിക്കും. അതൊന്ന് നന്നായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിട്ടാണ് കേട്ടോ ക്രഷ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ചിക്കൻ 1 കിലോയാണ്. ഈ 1 കിലോ ചിക്കനായിട്ടുള്ള അളവുകളാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അനുസരിച്ച് അതെല്ലാം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടോ കുറയ്ക്കോ ഒക്കെ ചെയ്യാം. പിന്നെ ഈ റെസിപ്പിയിൽ ലാലേട്ടൻ ബോൺലെസ് പീസുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കുറച്ച് എല്ലിൻ്റെ പീസുകൾ, നമ്മുടെ കാലിൻ്റെ പീസും വിങ്സും ഒക്കെ, ലെഗ് പീസും വിങ്സും ഒക്കെ ചേർത്തിട്ടുണ്ട്. ഒരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു എല്ലിൻ്റെ പീസൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. പിന്നെ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുക്കിംഗ് ടൈമും കുറഞ്ഞു കിട്ടും. അപ്പോൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലുള്ള നാടൻ ഡിഷിനൊക്കെ കോക്കനട്ട് ഓയിലാണ് നല്ലത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ആ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കടുകെല്ലാം ഇനി ഒന്ന് പൊട്ടട്ടെ കേട്ടോ. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ആ കറിവേപ്പിലൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഇട്ടു, ഗാർലിക് ഇട്ടു, നമ്മുടെ പച്ചമുളക് ഇട്ടു, പിന്നെ ചെറിയ ഉള്ളി ഇട്ടു. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നമ്മുടെ പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ ആ ഒരു എണ്ണയിലേക്ക് ഇറങ്ങി നന്നായിട്ടൊന്ന് ഇൻഫ്യൂസ് ആവണം. പിന്നെ അതിൻ്റെ എല്ലാം റോസ്മെല്ലും മാറണം. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. പിന്നെ ഈ ഒരു ടൈമിൽ സവോള അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. സവോള ഇടുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ടെക്സ്ചറും ഒക്കെ മാറുന്നുണ്ട്. ചെറിയുള്ളി തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. ബാക്കി മസാലയെല്ലാം റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി മസാലപ്പൊടികൾ ചേർക്കാണ്. ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും 1.5 ടീസ്പൂൺ പെരിഞ്ജീരകമില്ലേ അത് ചതച്ചതും, പിന്നെ എരിവിന് ആവശ്യമായിട്ട് ഒരു 3/4 ടീസ്പൂൺ പെപ്പർ പൗഡറും, 1/2 ടീസ്പൂൺ ഗരം മസാലയും, 2 ടീസ്പൂൺ നമ്മുടെ ചതച്ച മുളകില്ലേ, വറ്റൽ മുളക്, അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 30 സെക്കൻഡ്സ് ടു 1 മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മസാലകളുടെ ആ ഒരു റോസ്മെല്ലൊക്കെ ഒന്ന് മാറും. അപ്പോൾ ആ സമയത്ത് നമുക്കതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം കേട്ടോ. തേങ്ങ എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് മൂത്ത തേങ്ങ എടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. ലക്കിലി എനിക്ക് വെള്ളം എല്ലാം പറ്റി ആ ഒരു കൊപ്രയാവുന്നതിന് മുമ്പുള്ള തേങ്ങയില്ല, അതായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. പിന്നെ നമുക്ക് ഈ സമയത്ത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഈ ഒരു കറിയിലേക്ക് നമ്മൾ വെള്ളമേ ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന വെള്ളത്തിലാണ് നമ്മൾ ഈ കറി വേകുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു മസാല എല്ലാം ഈ ചിക്കനിലേക്ക് നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ചെറുതായിട്ട് ചിക്കൻ കട്ട് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് കുക്കിംഗ് ടൈം കുറയും, 2 നമ്മുടെ ഈ മസാലകളൊക്കെ ഇല്ലേ, ഈ മസാലകളെല്ലാം നമ്മുടെ ആ ഒരു ചെറിയ പീസാകുമ്പം അതിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ വലിയ പീസൊക്കെ ആകുമ്പോൾ ഉള്ളിലേക്ക് മസാല കിടക്കാൻ പാടായിരിക്കും. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം.
5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ടെക്സ്ചറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അത് അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു മാക്സിമം 20 മിനിറ്റ്സും കൂടിയൊക്കെ ഒരു കുക്കിംഗ് ടൈം ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ച് വേവിക്കാം. ഇതായിപ്പോൾ ഒരു 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി, ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയതാണ്. നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ കറി ആക്ച്വലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതാ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഡിഷ് ആക്ച്വലി ഗ്രേവി ടൈപ്പ് അല്ല, നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 3 to 5 മിനിറ്റ്സ് നമ്മൾ കൈവിടാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരുന്ന ആ വെള്ളം ഒന്ന് പറ്റിക്കണം. അപ്പം നമ്മുടെ ഈ ഒരു കറി, ആ ഒരു ഡിഷ് നല്ല ഡ്രൈ ആയിട്ട് വരും. പിന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ ആ ഒരു ചൂട് കൊണ്ടും ആ ഒരു ഡ്രൈ ആവും. ഇതാ നമ്മുടെ കറി ആ ഒരു വെള്ളമൊക്കെ പറ്റി നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നോർമലി ഒരു ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് റെസിപ്പി ആയാലും മുളക് പൊടിയും മല്ലിപ്പൊടി ഇല്ലാതെ നമ്മളൊരു റെസിപ്പിയും നമുക്ക് ചിക്കൻ്റെ ആലോചിക്കാൻ പറ്റത്തില്ല അല്ലേ. പക്ഷേ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഒരു ഡിഷാകുമ്പോൾ നമുക്കത് ഉണ്ടാക്കി നോക്കാനും കഴിക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.